ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിനേഷൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രിപ്പറേഷൻ വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ കൺഫർമേഷൻ വന്നു കഴിഞ്ഞു. അതായത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിനും DMEയിലേക്കുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റിന് ഒരൊറ്റ പരീക്ഷയാണല്ലേ. ഇതാണ് ഇപ്പോൾ നടക്കുന്ന 2025 നടക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിനേഷൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പരീക്ഷയിലും ഒത്തിരി ഓപ്പർച്യൂണിറ്റി വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഒന്നും മനോഹരമായിട്ട് പഠിച്ച് നന്നായിട്ട് മത്സരിച്ച് നിന്നാൽ ഇപ്രാവശ്യം ജോലി ഉറപ്പിച്ച് പോകാൻ പറ്റും കേട്ടോ. നിങ്ങൾ കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യം DHS കൃത്യമായിട്ട് എഴുതി റാങ്ക് ലിസ്റ്റിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. DHSന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എത്തിപ്പെടാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. പക്ഷേ ജോലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായി റിവൈഷൻ നടത്തണം, കൃത്യമായ പ്രാക്ടീസ് ചെയ്യണം, അതുപോലെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പെർഫോം ചെയ്യണം അല്ലേ. ഈ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ ലൈവിൽ വരുന്നുണ്ട് നമ്മുടെ ബാച്ചിന്. അപ്പോൾ ലൈവിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. മാത്രമല്ല നമ്മുടെ മോട്ടിവേഷൻ ലെവൽ എന്ത് ചെയ്യണം? ബൂസ്റ്റപ്പ് ചെയ്ത് നിർത്തണം കേട്ടോ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. മാനേജ്മെൻറ്റായിട്ട് ബന്ധപ്പെടുത്തി കെ പാർക്കിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ നമുക്കറിയാം പല പരീക്ഷകളിലും അല്ലേ അധികം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മേഖല കൂടിയാണ്. കുറച്ച് മാത്രം പഠിച്ചാൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അപൂർവം ചില ഭാഗങ്ങളിലൊന്നാണ് മാനേജ്മെൻറ്റ് അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ പക്ക കെ പാർക്കിൽ എന്താണ് പറയുന്നത് അതിനെക്കുറിച്ചാണ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തു നിന്നും വരികൾക്കിടയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കണം അല്ലേ. സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹാരോൾഡ് കൂൺസ് ഓരോരുത്തർ സംഭാവനകൾ ഓരോരുത്തരുടെ ഡെഫിനിഷൻസ് എല്ലാം നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പ്ലാനിങ് പഠിച്ചു അല്ലേ. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി പോകാം. എന്താണ് ഡിറ്റർമിനിങ് വാട്ട് ഈസ് ടു ബി ഡൺ അല്ലേ. എന്താണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് തീരുമാനം എടുക്കുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടും. ഏതാണ്? പ്ലാനിങ് ആണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്ക് എന്തായാലും പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഈ 2 ആസ്പെക്റ്റ് ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് എല്ലാവർക്കും ബേസിക്കലി അറിയാൻ പറ്റുന്ന ആശയങ്ങൾ തന്നെയാണ്. എന്താണ്? പ്ലാനിങ് ഈസ് ഫോർ ടുമാറോ ആൻഡ് മാനേജ്മെൻറ്റ് ഈസ് ഫോർ ടുഡേ അല്ലേ. നാളത്തേക്കല്ലേ, നാളെ എന്തു ചെയ്യണം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് പ്ലാനിങ് എന്ന് പറയുക. അപ്പോൾ എന്താ മാനേജ്മെന്റ് ഇന്നത്തേക്ക് നമ്മൾ ആൾറെഡി പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു അതിനകത്തുള്ള നമ്മുടെ ഇടപെടലാണ് എന്താ മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ എന്തൊക്കെയാണ് പർപ്പസ് ഓഫ് പ്ലാനിങ്? ടു മാച്ച് ദ ലിമിറ്റഡ് റിസോഴ്സസ് വിത്ത് മെനി പ്രോബ്ലംസ് അല്ലേ. നമ്മുടെ കയ്യിൽ എന്തേ ഉണ്ടാകത്തുള്ളൂ? കുറച്ച് റിസോഴ്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ പ്രോബ്ലംസ് എപ്പോഴും കൂടുതലായിരിക്കും. പ്രോബ്ലം കൂടുന്നതിനനുസരിച്ച് റിസോഴ്സ് കൂട്ടാൻ പോയാൽ എന്ത് സംഭവിക്കും? കയ്യിൽ നിൽക്കൂലല്ലേ. അത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ളൊരു കുഞ്ഞ് ആശുപത്രിയാണ്. ഈ കുഞ്ഞ് ആശുപത്രിയിൽ ആകെ കൂടി നമുക്ക് ഒരു ഡോക്ടറും 2 നഴ്സുമാരും പിന്നെ ഒരു അറ്റൻഡറും അല്ലേ, അങ്ങനെ കുറച്ച് റിസോഴ്സ് മാത്രമാണ് ഉള്ളത്. നമ്മുടെ മുന്നിൽ വരുന്ന അധികം പ്രോബ്ലംസ് ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ലിമിറ്റഡ് ആയിട്ട് റിസോഴ്സ് വെച്ചിട്ട് നമ്മൾ വരുന്ന പ്രോബ്ലത്തിനെ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം അല്ലെങ്കിൽ മാച്ച് ചെയ്യണം. അതിന് പ്ലാനിങ് നമ്മൾ എന്ത് ചെയ്യും? സഹായിക്കും അല്ലേ. അതുപോലെ എന്താണ്? ടു എലിമിനേറ്റ് വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ ഓർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ. നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകണം ചിലവ് അല്ലേ. അപ്പോൾ എന്താണ്? എന്തിനെ എലിമിനേറ്റ് ചെയ്യണം? വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ അല്ലേ. നമുക്ക് പ്രയോജനമില്ലാത്ത എക്സ്പെൻഡിച്ചറിനെ നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം അല്ലേ. എലിമിനേറ്റ് ചെയ്യണം. അതുപോലെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഉണ്ടാകാം. അതായത് ഒരു സാധനം തന്നെ നമ്മൾ 2 പ്രാവശ്യം വാങ്ങുന്ന തരത്തിൽ അല്ലെങ്കിൽ 2 പ്രാവശ്യം ചിലവാക്കി കളയേണ്ടുന്ന കാര്യത്തിൽ നമുക്ക് എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു IV ക്യാനുല ഫിറ്റ് ചെയ്തു. ഈ IV ക്യാനുല ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴാണ് ഈ ക്യാനുല റിമൂവ് ചെയ്യുന്നത്? അവസാനം പേഷ്യൻ്റ് ഡിസ്ചാർജ് ആകുന്ന സമയത്താണ് റിമൂവ് ചെയ്യുന്നത് അല്ലേ. അതേസമയം ഒരു ബാഡ് മാനേജ്മെൻറ്റ് ബാഡ് പ്ലാനിങ്ങോട് കൂടിയാണ് കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്താണ്? രാവിലെ ഒരാൾ ഡ്യൂട്ടി വന്നു, ഡ്യൂട്ടി ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും IV ക്യാനുല ഊരിയിട്ട് പോവുകയാണ്. പുതിയ ഒരാൾ വന്നു, പിന്നെ IV ക്യാനുല എന്ത് ചെയ്തു? യൂട്ടിലൈസ് ചെയ്തു അല്ലേ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊരു വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ ആണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായ പ്ലാനിങ്ങിലൂടെ നമുക്ക് ആ ഒരു സംഗതി ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ടു ഡെവലപ്പ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അക്കംപ്ലിഷ് എ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ് അല്ലേ. അതുപോലെ എന്താണ്? ഒരു ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്. നമ്മളെ സംബന്ധിച്ചൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലക്ഷ്യം അല്ലേ. ആ ലക്ഷ്യം എങ്ങനെയായിരിക്കണം? ചുമ്മാ ഒരു ലക്ഷ്യമാകരുത്. അതൊരു ഡിഫൈൻ ചെയ്യപ്പെട്ട ലക്ഷ്യമായിരിക്കണം. വളരെ വലിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോളിയോ വിമുക്തമായിട്ടുള്ള ഒരു ഭൂമി അല്ലേ. ഇതാണ് നമ്മുടെ ഒരു ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്തുണ്ടെങ്കിൽ? പ്ലാനിങ് ഉണ്ടെങ്കിലേ അത് പറ്റത്തുള്ളൂ അല്ലേ. പ്ലാനിങ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പോളിയോ നിർമ്മാർജ്ജനം എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു പ്രോഗ്രാമാണല്ലേ. ആ പ്രോഗ്രാമിൻ്റെ സക്സസിന് പലപ്പോഴും പല വിഷയങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കാണ് തുടക്കത്തിലൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ പോളിയോ ബൂത്ത് ഉണ്ടോടാ? ഇല്ല അല്ലേ. എന്തുകൊണ്ടാണ് അന്ന് പിന്നെ ബസ് സ്റ്റാൻഡിൽ പോളിയോ ബൂത്ത് വെച്ചത്? എന്തിനാ?
ഇപ്പൊ നമുക്ക് എല്ലായിടത്തും പോളിയോ ബൂത്തില്ലേ? ഉണ്ട്. കാര്യം എന്താ? അന്നത്തെ ദിവസം ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അവരുടെ കുട്ടികൾക്ക് പോലും പോളിയോ തുള്ളിമരുന്ന് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഇതൊരു പ്ലാനിങ്ങിന്റെ ഭാഗമാണല്ലേ? ശരിയല്ലേ പറഞ്ഞത്? ഇത്തരത്തിലൊരു പ്ലാനിങ്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ മിസ്സാകുന്നു മനസ്സിലാക്കിയാണ് സർക്കാർ അങ്ങനെ ഒരു പ്ലാനിങ്ങിലൂടെ ഒരു ആക്ഷൻ എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് അല്ലേ? അപ്പൊ ഇതൊക്കെ പ്ലാനിങ്ങിന്റെ പ്രയോജനങ്ങളാണ്. നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാനിങ് ചെയ്യാൻ പറ്റും. പ്ലാനിങ് ഇൻ ഇറ്റ്സ് ബ്രോഡസ്റ്റ് സെൻസ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? പ്ലാൻ ഫോർമുലേഷൻ ഉണ്ടായിരിക്കും, എക്സിക്യൂഷൻ ഉണ്ടായിരിക്കും, ഇവാലുവേഷൻ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ പോളിയോയുടെ കാര്യം തന്നെ എടുക്കാം. പോളിയോ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആദ്യം തുടങ്ങിയ സമയത്ത് എവിടെയൊക്കെയാണ്? നമ്മുടെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അല്ലേ, കുട്ടികൾക്ക് എല്ലാം പോളിയോ നിർമ്മാർജ്ജനത്തിന് വേണ്ടി തുള്ളിമരുന്ന് കൊടുക്കണമെന്നുള്ളൊരു ആക്ഷൻ കൊണ്ടുവന്നു. അപ്പോൾ ഈ കുട്ടികളൊക്കെ എവിടെയാണ് ഉള്ളത്? നമ്മുടെ അംഗൻവാടികളിലാണ് ഉള്ളത് അല്ലേ? അംഗൻവാടികൾ. അതുപോലെ പിന്നെ അത് കുറച്ചുകൂടെ ബ്രോഡാക്കി അപ്പോൾ അതിനുവേണ്ടി പ്ലാൻ ഫോർമുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്കും മൊത്തം ഇത്ര കുട്ടികളുണ്ട്. അംഗൻവാടികളിൽ മാത്രം ഈ പ്രോഗ്രാം ചെയ്തപ്പോഴത്തേക്കും എന്തുണ്ടായില്ല? ആ എക്സിക്യൂഷനിൽ പിഴവ് വന്നു അല്ലേ? ഇവാലുവേറ്റ് ചെയ്തപ്പോൾ അവിടെ പിഴവ് വന്നു, എല്ലാവരെയും കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്? ഈ സംഗതി കുറച്ചുകൂടെ വിപുലമാക്കി ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബ്രോഡസ്റ്റ് സെൻസിൽ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവോൾവ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാനേജ്മെന്റ് ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാനേജ്മെന്റ് ടെക്നിക്സ് ആർ ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയറൽ സയൻസസ്. ബിഹേവിയറൽ സയൻസ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് അല്ലേ? സോഷ്യോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, ഒരുപാടുണ്ട്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അളക്കാൻ പറ്റണം അല്ലേ? നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ഉള്ള മെച്ചവും അതുപോലെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം കൃത്യമായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിലൂടെ, ഉദാഹരണം എന്തൊക്കെയാണ്? കോസ്റ്റ് അനാലിസിസ്, റിയൽ അനാലിസിസ്, അതുപോലെ നമുക്ക് കൃത്യമായിട്ട് കണക്കുകളിലൂടെ അറിയാൻ പറ്റുന്ന കുറേ മെത്തേഡ്സ് നമുക്ക് ഇവിടെ മാനേജ്മെന്റിന് അപ്ലൈ ചെയ്യാം. അതുപോലെ ബിഹേവിയറൽ സയൻസ് പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായ മാനേജ്മെന്റ് ടെക്നിക്സിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഓർഗനൈസേഷനിലും വരുന്നത് പോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഫീൽഡിലും ഇത്തരത്തിലുള്ള ഈ ബിഹേവിയറൽ സയൻസ് ബേസ് ചെയ്തിട്ടുള്ള മാനേജ്മെന്റ് ടെക്നിക്സും അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ബേസ് ചെയ്തിട്ടുള്ള മാനേജ്മെന്റ് ടെക്നിക്സും ആപ്ലിക്കബിൾ ആണ്. അതിനുവേണ്ടി അത് ആപ്ലിക്കബിൾ ആക്കാൻ വേണ്ടി WHO കൃത്യമായിട്ടുള്ള എഫേർട്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് പ്രധാനമായിട്ടും എന്താണ്? മെത്തേഡ്സ് ബേസ്ഡ് ഓൺ ബിഹേവിയറൽ സയൻസസ് അല്ലേ? ബിഹേവിയറൽ സയൻസ് ബേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കാനുള്ളത്. അതിൽ ഒന്ന് ഓർഗനൈസേഷണൽ ഡിസൈൻ ആണ്. എന്താ ഓർഗനൈസേഷണൽ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊരു കാര്യത്തിനും മക്കളെ ഒരു ഡിസൈൻ ആവശ്യമാണ് അല്ലേ? നമുക്ക് ഒരു ഡിസൈൻ ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങളൊരു വീട് വെക്കാൻ പോകുമ്പോഴത്തേക്കും ഡിസൈൻ എന്തിനു വേണ്ടി ആക്ച്വലി ചെയ്യുന്നത്? നമ്മൾ വീടല്ല എന്തോ ആയിക്കോട്ടെ, എന്തിനാണ് ഡിസൈൻ ചെയ്യുന്നത്? ഭംഗിക്ക് വേണ്ടിയാണോ? നമ്മൾ ശരിക്കും ഡിസൈൻ ചെയ്യില്ല, അത് ഭംഗിക്ക് വേണ്ടിയല്ലേ? ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, ഭംഗി അതിൻ്റെ ഒരു ഘടകം മാത്രമാണ്. പക്ഷേ എന്താണോ ആ കാര്യം, നമ്മൾ ആ ഒരു വസ്തുത കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റ് കൊണ്ട് നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത്, അത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ചെലവ് കുറഞ്ഞ വഴിയിൽ എഫക്റ്റീവായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം എന്തിൻ്റെ ഡിസൈൻ? ആ ഒരു സംഗതി. വീടാവട്ടെ, നമ്മുടെ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ആസ്പെക്റ്റ് ആവട്ടെ, എന്തും ആയിക്കോട്ടെ, അതിന് ഡിസൈൻ ഈ കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ ആയിരിക്കണം. അതിനെയാണ് നമുക്ക് ഓർഗനൈസേഷന്റെ ഭാഗം വരുമ്പോഴത്തേക്ക് അതിലെന്ന് പറയും ഓർഗനൈസേഷണൽ ഡിസൈൻ എന്ന് പറയും. എന്താണ് ഓർഗനൈസേഷണൽ ഡിസൈൻ? ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? പോർ ഓർഗനൈസേഷൻ ഡിസൈൻ റിസൾട്ട്സ് ഇൻ വേസ്റ്റ് ഓഫ് റിസോഴ്സസ് അല്ലേ? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നത്. അതുപോലെ ഇറ്റ് ഈസ് എ തിയറി ഓഫ് മാനേജ്മെന്റ് ദാറ്റ് ഓർഗനൈസേഷൻ മസ്റ്റ് ബി സ്യൂട്ടഡ് ടു ഇറ്റ്സ് കറന്റ് സിറ്റുവേഷൻ ആൻഡ് ദ നീഡ്സ് ടു ബി സർവീസ്ഡ്. ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് നമുക്കൊരു ഓർഗനൈസേഷൻ ഡിസൈൻ നമ്മൾ നോക്കാം. ഉദാഹരണത്തിന് നമുക്കൊരു ചെറിയ ഒരു ആശുപത്രി എടുക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ സെറ്റപ്പ് എടുക്കുക. അവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് വേണമെങ്കിൽ CEO എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാർക്ക് ചെയ്യാം അല്ലേ? CEO ആവട്ടെ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ചിലപ്പോൾ MD ആയിരിക്കും, ആരോ ആവട്ടെ, നമുക്ക് ഇയാളെ CEO എന്ന് മാർക്ക് ചെയ്യാം. അതേപോലെ നമുക്ക് എന്തുണ്ടാവും? വ്യക്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും അല്ലേ? അവിടെ ഒരു ആശുപത്രി ആകുമ്പോൾ പ്രധാനമായിട്ട് എന്താ വേണ്ടത് മക്കളെ? നമുക്ക് എന്താണ്? മെഡിക്കൽ സർവീസ് ആണ് നമുക്ക് പ്രധാനം കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഈ ടെക്നിക്കൽ ഹെഡ് അല്ലെ, ഒരു ടെക്നിക്കൽ ഡിവിഷൻ ഉണ്ടായിരിക്കും, അവിടെ ഒരു മാർക്കറ്റിംഗ് ഡിവിഷൻ ഉണ്ടായിരിക്കും അല്ലേ? കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നാട്ടുകാരെ അറിയിക്കണം. എന്നാലേ പുതിയ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ചികിത്സ തേടത്തുള്ളൂ. എന്നാലേ നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. മാർക്കറ്റിംഗ് വേണം. നമ്മൾ പലപ്പോഴും നമുക്ക് തോന്നുന്നത് എന്താണ്? ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ 2 ഡോക്ടറും അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് ഡോക്ടർമാരും നഴ്സുമാരും അറ്റൻഡർമാരും ചേർന്നാണ് ആശുപത്രി. അങ്ങനെയല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അതുപോലെ മാർക്കറ്റിംഗ്, പിന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് വേണമെങ്കിൽ പറയാം നമുക്ക് ഇവിടെ. അതുപോലെ HR ഡിപ്പാർട്ട്മെന്റും ഉണ്ടെന്ന് കണക്ക് കൂട്ടുക. അപ്പോൾ എന്തൊക്കെയാണ്? ഇത് കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ്റെ ഒരു രൂപമാണ്. ഇവിടെ ഈ ഹെഡായിട്ടിരിക്കേണ്ട ആള് ആരായിരിക്കും, അല്ലെങ്കിൽ ആരായിരിക്കണം?
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഇങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് വരേണ്ടത്. അല്ലെങ്കിൽ അതിന് മാത്രം ഈ ടീമിനെ കൃത്യമായിട്ട് നയിക്കാനും ഈ ടീമിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് കൃത്യമായി അനലൈസ് ചെയ്യാനും ശേഷിയുള്ള ആളിന് മാത്രമേ ഇവിടെ ഓപ്പറേഷൻസിൻ്റെ ഹെഡായിട്ട് വെക്കാൻ പാടുള്ളൂ, അല്ലേ? അതേസമയം ഇവിടെ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഒരു മാർക്കറ്റിംഗ് മാനേജർ തന്നെ ആവണം. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കൂ, നമുക്കിവിടെ നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഈ പറഞ്ഞ പോയിന്റ്സ് വെച്ച് നമുക്ക് ഇതിനെ സാധൂകരിക്കാൻ ശ്രമിക്കാം. പൂർ ഓർഗനൈസേഷൻ റിസൾട്ട്സ് ഇൻ വേസ്റ്റ് ഓഫ് റിസോഴ്സസ്. നമുക്കിവിടെ ഉള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? അതായത് ഫിക്സഡ് അസറ്റുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആശുപത്രിയുടെ എല്ലാ കാര്യങ്ങളും, ആശുപത്രിയുടെ ആവട്ടെ വാട്ട് എവർ ഇറ്റ് മേ ബി, ഏത് ഓർഗനൈസേഷൻ ആകട്ടെ അതിൻ്റെ കെട്ടിടം ഒരു ഫിക്സഡ് അസറ്റാണ്, അല്ലേ? അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ഉപകരണങ്ങളെല്ലാം ഫിക്സഡ് അസറ്റാണ്. അതേസമയം നമുക്ക് അവിടെയുള്ള ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ HR ആണ്, ഹ്യൂമൻ റിസോഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ ഡിസൈൻ പക്ക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിസോഴ്സുകൾ ഇവിടെ നഷ്ടമാകും. എങ്ങനെ നഷ്ടമാകും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെ നഷ്ടമാകാൻ സാധ്യതയുണ്ട്? അതായത് ഓരോ പൊസിഷനിലും ഇരിക്കേണ്ട ആൾക്കാർ ആപ്റ്റ് അല്ല എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഇവിടെ ഇരിക്കുന്ന ആള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴത്തേക്ക് 1-2 പേരൊക്കെ ചേർന്ന് തുടങ്ങുന്ന സ്ഥാപനമായിരിക്കാം. അവിടെ ആപ്റ്റ് അല്ലാത്ത ഒരാൾ ഓരോ പൊസിഷനിലും വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ താഴെയുള്ള ടീമിന് ഇവിടെ വരുന്നത് ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട് ആണെന്ന് വെച്ചോ, ഈ മാർക്കറ്റിംഗിൽ വരുന്നത്, അവന് ശരിക്കും എന്തില്ല, മാർക്കറ്റിംഗിൽ എക്സ്പെർട്ടൈസ് ഇല്ല. അവൻ്റെ കൂടെ മാർക്കറ്റിംഗിൽ എക്സ്പെർട്ടൈസ് ഉള്ള കുറേ ആൾക്കാരുണ്ട്, പക്ഷെ അവരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അവന് അറിയില്ല. അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ ഇവന് അറിയില്ല. ഇവൻ മിടുക്കനായിരിക്കും, ഇവിടെ മിടുക്കനായതുകൊണ്ട് അവനെ എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്താൽ എന്താ പ്രശ്നം? എന്താണ്? വേസ്റ്റേജ് ഓഫ് റിസോഴ്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് ഓർഗനൈസേഷണൽ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും റിസോഴ്സിന്റെ വേസ്റ്റേജ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നതിന്റെ കാര്യമാണ്. അതുപോലെ ആ തിയറി എന്ന് പറയുമ്പോൾ തിയറി ഓഫ് മാനേജ്മെന്റ് ദാറ്റ് ഓർഗനൈസേഷൻ മസ്റ്റ് ബി സ്യൂട്ടഡ് ഇറ്റ്സ് കറന്റ് സിറ്റുവേഷൻ ആൻഡ് നീഡ്സ് ടു ബി സർവീസ്ഡ്, അല്ലേ? ഈ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള കറണ്ട് സിറ്റുവേഷനെയും അതുപോലെ ഏതൊക്കെ മേഖലയിലാണ് സർവീസ് റെൻഡർ ചെയ്യേണ്ടത്, അല്ലേ? ഈ 2 കാര്യങ്ങൾക്കും സ്യൂട്ടഡ് ആയിരിക്കണം എന്ത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ പണി പാളിപ്പോവും. അതുപോലെ ഓർഗനൈസേഷൻ ഓഫ് ഹെൽത്ത് സർവീസസ് ഷുഡ് ദെയർഫോർ ബി ഡിസൈൻഡ് സോ ആസ് ടു മീറ്റ് ദ ഹെൽത്ത് നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് ദി പീപ്പിൾ, അല്ലേ? നമ്മുടെ ജനങ്ങളുടെ ഹെൽത്ത് നീഡ്സും ഡിമാൻഡ്സും മീറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഈ പറഞ്ഞ ഓർഗനൈസേഷണൽ ഡിസൈൻ കൃത്യമായിട്ട് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരുപാട് എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ആശുപത്രി എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ അല്ലെങ്കിൽ പാറ്റേൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വട്ടപ്പാറ SUT എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് OP ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ അടുത്ത് തന്നെ മരുന്നിൻ്റെ പൈസ അടച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചീട്ടല്ല, ആക്ച്വലി ഒരു ടോക്കൺ കൈപ്പറ്റാൻ പറ്റും. എന്നിട്ട് പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുക. വെരി സിമ്പിൾ, അല്ലേ? വളരെ സിമ്പിളാണ്. പക്ഷേ മറ്റു പല ചില ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു പുറമേ ഉള്ളൊരു ഫാർമസി പോലെ തന്നെ അവിടെ കൊണ്ട് ഈ സാധനം കൊടുക്കണം, എന്നിട്ട് പേര് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാതോർത്തിരിക്കണം, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കണം. ഇത് നമുക്ക് നോക്കാം. 100ാമത്തെ ടോക്കണേ ആയിട്ടുള്ളൂ. നമ്മൾ ടോക്കൺ 130 എന്തായാലും ചായ കുടിച്ചിട്ട് വരാം. ഇവൻ നേരെ പോയി ചായ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്കും അവന് ടോക്കൺ അയക്കാണ്. ചില ടോക്കൺ കഴിഞ്ഞാണ്. അപ്പം ടോക്കൺ കൊടുക്കുമ്പോൾ സാധനം കൊടുക്കുന്നു, അവൻ്റെ വീട്ടിൽ പോകുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു വ്യക്തമായിട്ടുള്ള ആൾക്കാരുടെ മാറി വരുന്ന നീഡുകൾ അനുസരിച്ചുള്ള ഒരു പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഡിസൈനാണ്. അപ്പോൾ അങ്ങനെ, അല്ലേ, മാറി വരുന്ന നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലായിരിക്കണം എന്തുണ്ടാവേണ്ടത്? നമ്മുടെ ഓർഗനൈസേഷണൽ ഡിസൈൻ ഉണ്ടാവേണ്ടത്. അപ്പോൾ നോട്ട് ഓൺലി ഇൻ ടേംസ് ഓഫ് എല്ലാ കാര്യങ്ങളിലും ഓർഗനൈസേഷൻ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വേസ്റ്റേജ് ഒഴിവാക്കാനും അതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ റിസോഴ്സിൻ്റെ യൂട്ടിലൈസേഷൻ എല്ലാം വളരെ അത്യാവശ്യമാണ് ഓർഗനൈസേഷണൽ ഡിസൈൻ. അടുത്തത് ബേസ്ഡ് ഓൺ ബിഹേവിയറൽ സയൻസ് 2 നോക്കാം. പേഴ്സണൽ മാനേജ്മെന്റ്. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്? HRM അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയാം നമുക്ക്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ദ സ്കിൽഫുൾ യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ് ഇത് അർത്ഥമാക്കുന്നത്, അല്ലെ? എന്താണ് സ്കിൽഫുൾ യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്? പ്രോപ്പർ മെത്തേഡ്സ് ഓഫ് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് മോട്ടിവേഷൻ, ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റോൾസ്, elimination of square pegs in round holes. അതായത് പ്രൊഫഷണൽ സ്റ്റാഫ് നോട്ട് സ്യൂട്ടഡ് ടു അഡ്മിനിസ്ട്രേഷൻ ഐദർ ത്രൂ ട്രെയിനിങ്, സെലക്ഷൻ ഓർ നാച്ചുറൽ ഇൻക്ലിനേഷൻ ഷുഡ് നോട്ട് ബി എൻട്രസ്റ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് ബർഡൻസ്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെ ശ്രദ്ധിക്കണം? മാനേജ്മെന്റ് വൈസ് പേഴ്സണൽ മാനേജ്മെന്റിൽ ശ്രദ്ധിക്കണം, അല്ലേ? അപ്പോൾ നോക്ക്, ഇത് HRM കുറിച്ച് പറയണമെങ്കിൽ വലിയൊരു ഭാഗമാണ്, വലിയൊരു
ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് MBA കോഴ്സ് തന്നെ ഉണ്ടല്ലേ. അപ്പോൾ എന്താണ് HRM അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കി വെക്കുക, എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്? സ്കിൽഫുൾ യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലേ. നമ്മുടെ കയ്യിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ സ്കില്ലായിട്ട് ഉപയോഗിക്കുക, അത് സ്കിൽഫുൾ ആയിട്ട് ഉപയോഗിക്കുക. ആർക്കാ സ്കില്ല് വേണ്ടത്? ഉപയോഗിക്കുന്ന ആളിനും സ്കില്ല് വേണം. 2, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിന്റെ സ്കില്ലിന് അനുസൃതമായിട്ടുള്ള റോള് മാത്രം എന്ത് ചെയ്യുക, അവന് അസൈൻ ചെയ്യുക. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും മക്കളെ? ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു 3 ഡിപ്പാർട്ട്മെന്റ് കാണിച്ചപ്പോഴത്തേക്കും HR ഡിവിഷൻ പറഞ്ഞു അല്ലേ. HR ഡിവിഷന്റെ പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ ജോലി എന്തൊക്കെയാണ്? സെലക്ഷൻ മെത്തേഡ്സ് അല്ലേ, മെത്തേഡ്സ് ഓഫ് സെലക്ഷൻ. എൻ്റെ അനിയനെയും ചേട്ടനെയും മാത്രം കൊണ്ടല്ല ഞാൻ എങ്ങോട്ട് വരേണ്ടത്, എൻ്റെ ഓർഗനൈസേഷനിലേക്ക് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു ട്രെയിനിങ്ങിന് പോയപ്പോഴത്തേക്ക് ഒരു സാറ് പറഞ്ഞാണ്, ഒരു കാരണവശാലും നിൻ്റെ കുടുംബത്തെയും വലിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് വരരുത്. നിങ്ങളെ ഫ്രണ്ട്സ് വേറെ ഒന്നും കൊണ്ടല്ലടാ, അവർ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ വേണ്ടി ഒരിക്കലും ജോലി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. ഒരിക്കലും അത് അവർക്ക് സ്യൂട്ട് ആവത്തില്ല. കാരണം അത് അവർ അർഹിക്കാത്ത ജോലിയായിരിക്കും. ആവശ്യമെങ്കിൽ 1 ലക്ഷമോ 2 ലക്ഷമോ പൈസ കൊടുത്ത് സഹായിച്ചവർ കുഴപ്പമില്ല. ഓർഗനൈസേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ സൈഡ് വഴി ആൾക്കാരെ നിയമിക്കരുത് അല്ലേ. അപ്പോൾ മെത്തേഡ്സ് ഓഫ് സെലക്ഷൻ എന്ന ഒരു ട്രെയിനിങ്ങിൽ പറഞ്ഞെന്ന കാര്യമാണ്. അത് ശരിക്കും ഒരു പരിധിവരെ വാസ്തവമായ കാര്യമാണ് കേട്ടോ. അപ്പോൾ നോക്കാം, പ്രോപ്പർ മെത്തേഡ്സ് ഓഫ് സെലക്ഷൻ. അപ്പോൾ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഒരാൾ വരിക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവരെ കല്യാണം കഴിക്കുന്ന പോലെയാണ് അല്ലേ. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. അത്രയും ആപ്റ്റായ ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നാൽ മാത്രം മതിയോ? അവരെ കൃത്യമായി ട്രെയിൻ ചെയ്യണം അല്ലേ. അവർ ചെയ്യേണ്ടുന്ന ജോലി എന്താണെന്ന് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത് അതിനകത്ത് ഓൺ ജോബ് ട്രെയിനിങ് കൊടുക്കണം. അത് മാത്രം പോരാ, അവരുടെ മോട്ടിവേഷൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. എന്താ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ? മോട്ടിവേഷൻ നിങ്ങൾക്കുണ്ടാ മോട്ടിവേഷൻ അല്ലേ. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരു ചിത്രം നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ മുന്നേ ഒട്ടിച്ച് കാണും, ഇല്ലെങ്കിൽ ഇന്നലെ ഒട്ടിക്കണം നിങ്ങൾ. അതൊരു മോട്ടിവേഷൻ ഫാക്ടറാണ് അല്ലേ. പഠിക്കാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു മോട്ടിവേഷൻ ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ജോലി ചെയ്യാൻ എന്ത് വേണം? അവന് മോട്ടിവേഷൻ വേണം അല്ലേ. അപ്പോൾ എന്താണ്, സെലക്ഷൻ പ്രോപ്പർ ആയിരിക്കണം, അവന് ട്രെയിനിങ് കൃത്യമായിട്ട് കൊടുക്കണം, അവന് മോട്ടിവേഷൻ ഉണ്ടാവണം, ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. റെസ്പോൺസിബിലിറ്റീസ് ഇപ്പോൾ ഒരുത്തിനും അവിടെ കൊണ്ടുവച്ചിട്ട് എല്ലാ റെസ്പോൺസിബിലിറ്റി അവൻ്റെ തലയിൽ കൊടുത്തിട്ട് കാര്യമില്ല. അവനെ കൊണ്ട് കൃത്യമായി ചെയ്ത് തീർക്കാൻ പറ്റുന്ന, അവന് എക്സൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് മാത്രം ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റോൾസ് അല്ലേ, റോളുകൾ കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഒരുപാട് റോളുകളുണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അല്ലേ, ഒരുപാട് റോൾസ് ഉണ്ട്. അപ്പോൾ ആ റോളുകളും കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പേഴ്സണൽ മാനേജ്മെന്റിൽ എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ശ്രദ്ധിക്കുക, സ്ക്വയർ പെഗ്സ് ഇൻ റൗണ്ട് ഹോൾസ് അല്ലേ. അതായത് നമ്മൾ അടിക്കുന്ന ആപ്പ് സ്ക്വയർ ആയിരിക്കും, പക്ഷേ അത് അടിച്ചു കയറ്റുന്ന റൗണ്ട് ഹോളിലാണെന്നുണ്ടെങ്കിൽ ഒന്നും അത് കയറത്തുമില്ല, അത് ഫിറ്റ് ആവത്തുമില്ല. അതാ കണ്ടോ, സ്ക്വയർ പെഗ് എടുത്ത് റൗണ്ട് ഹോളിൽ അടിച്ചാൽ പിന്നെ ചെത്തി കൂർപ്പിച്ച് അതിനേക്കാണ് പറയുന്നത് എന്താണ്, പ്രൊഫഷണൽ സ്റ്റാഫ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഡ്മിനിസ്ട്രേഷനിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളിനെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാത്ത ആളിനെ, അതിൽ കഴിവില്ലാത്ത ഒരാളിനെ അവൻ പ്രൊഫഷണലി കിടിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ഇരുത്തി കഴിഞ്ഞാൽ പണി വാളും. ഇത്രയേ ഉള്ളൂ കാര്യം. ഐദർ ത്രൂ ട്രെയിനിങ്, സെലക്ഷൻ ഓർ നാച്ചുറൽ ഇൻക്ലിനേഷൻ. കണ്ടോ, ട്രെയിനിങ് വഴിയാവട്ടെ, സെലക്ഷൻ വഴിയാവട്ടെ, അല്ലെങ്കിൽ പറഞ്ഞ നാച്ചുറൽ ഇൻക്ലിനേഷൻ വഴി അതൊന്നും ചെയ്യാൻ പാടില്ല. ഷുഡ് നോട്ട് ബി ഇൻട്രസ്റ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് ബർഡൻസ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് ബർഡൻസ് ഒരിക്കലും എന്ത് ചെയ്യരുത്, എസ്പെഷ്യലി നമ്മുടെ ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബർഡനോ അല്ലെങ്കിൽ മാനേജ്മെന്റ് ബർഡനോ നമ്മുടെ അവൻ മിടുക്കനാണ് ഇവിടെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് മിടുക്കനാണെന്ന് കരുതി അത് അവനെ എൻട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ പേഴ്സണൽ മാനേജ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ HRM മാനേജ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഇൻസെൻറ്റീവ് ഫോർ ബെറ്റർ വർക്ക്, ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൊമോഷൻ ആൻഡ് പ്രൊഫഷണൽ അഡ്വാൻസ്മെന്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അവൻ നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവൻ ഇൻസെൻറ്റീവ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ എന്താണ്, അവന് പ്രൊമോഷനുള്ള സാധ്യതകൾ കൃത്യമായിട്ട് കൊടുക്കണം. പ്രൊഫഷണൽ അഡ്വാൻസ്മെന്റിനുള്ള അല്ലേ, അതായത് അവിടെ നിന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അവന് മുന്നോട്ട് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നൊരു തോന്നൽ ഇവനുണ്ടെങ്കിൽ മാത്രമേ അവൻ എന്തുണ്ടാവത്തുള്ളൂ, മോട്ടിവേഷൻ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് കിട്ടുന്നു 10,000, നാളെയും കിട്ടുന്നു 10,000, അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് 10,000, ഒരു വ്യത്യാസവുമില്ല. അതായത് അവൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടും അവന് വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. മറ്റവന് പെർഫോം ചെയ്യാത്തവനും 10,000 കിട്ടുന്നു, 1000 ഇൻക്രിമെന്റ് കഴിഞ്ഞ് 11,000 ആയി. പിന്നെന്തിനാ ഞാൻ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ മിടുക്ക് എന്തിനാ ഞാൻ പുറത്തെടുക്കുന്നത്, എനിക്ക് ഈ സൈഡിൽ ഇരുന്നാൽ പോരെ എന്നിവന് തോന്നും അല്ലേ. ഒരിക്കലും അത് പാടില്ല. കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നവന് ഒന്ന് ഇൻസെൻറ്റീവ്
കൊടുക്കണം. അതുപോലെ എന്ത് ചെയ്യണം, ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. അതുപോലെ പ്രൊഫഷണൽ അഡ്വാൻസ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റീസും അവിടെ എവിടെ ആവട്ടെ, ഏത് ഓർഗനൈസേഷൻ ആകട്ടെ അവിടെ ഉണ്ടാകണം. ഇതൊക്കെയാണ് നമ്മൾ പേഴ്സണൽ മാനേജ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കാം കമ്മ്യൂണിക്കേഷനെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. കമ്മ്യൂണിക്കേഷൻ, 2 വേ കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ഒക്കെ നമുക്ക് കൃത്യമായി പഠിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ നോക്കാം, നമ്മുടെ മാനേജ്മെന്റിൽ കൃത്യമായിട്ടുള്ള ടൂളാണ് എന്ത്, കമ്മ്യൂണിക്കേഷൻ. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ കോൺട്രിബ്യൂട്ട്സ് ടു എഫക്റ്റീവ് ഫംഗ്ഷനിങ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ എഫക്റ്റീവ് ഫംഗ്ഷനിങ്ങിന് വളരെ അത്യാവശ്യമാണ് എന്ത്, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. അത് ഓർഗനൈസേഷന്റെ മാത്രമല്ല, നമ്മളെ വീട്ടിലെയും വ്യക്തമായിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് വളരെ അത്യാവശ്യമാണ് കമ്മ്യൂണിക്കേഷൻ. അല്ലേ, അല്ലെങ്കിൽ അപ്പ ഒന്ന് പറയുന്നു, അമ്മ ഒന്ന് പറയുന്നു, മക്കൾ വേറെ തോന്നി നടക്കുന്നു, പരിപാടി നടക്കോ? ഇല്ല, പരിപാടി നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് എഫക്റ്റീവ് എന്താണ്, കമ്മ്യൂണിക്കേഷൻ വളരെയധികം, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എല്ലാ മേഖലയിലും വളരെയധികം അത്യാവശ്യമാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഇവന്റെ തലയിൽ കുറെ കാര്യങ്ങളുണ്ട്. ഈ തലയിലുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് അതേ ഓർഡറിൽ തന്നെ അടുക്കി കൊടുക്കണമെങ്കിൽ എന്താണ്, ഇവൻ വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ? ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ റോഡ് ബ്ലോക്സ് അല്ലേ, നമുക്ക് പല സ്ഥലങ്ങളിലുണ്ട് കമ്മ്യൂണിക്കേഷൻ റോഡ് ബ്ലോക്സ്. കമ്മ്യൂണിക്കേഷൻ റോഡ് ബ്ലോക്സ് എക്സിസ്റ്റ് അറ്റ് വേരിയസ് ലെവൽസ്. എവിടെയൊക്കെയാണ്, ബിറ്റ്വീൻ ഡോക്ടർ ആൻഡ് ദ പേഷ്യന്റ്, ഡോക്ടറിനും പേഷ്യന്റിനും ഇടയ്ക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ റോഡ് ബ്ലോക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡോക്ടർ ആൻഡ് നഴ്സിനിടയിൽ കമ്മ്യൂണിക്കേഷൻ റോഡ് ബ്ലോക്സ് ആണ്. അതുപോലെ ബിറ്റ്വീൻ സീനിയർ ഓഫീസേഴ്സ് ജൂനിയേഴ്സ് അല്ലേ, സീനിയേഴ്സിനും ജൂനിയേഴ്സിനും ഇടയിൽ കമ്മ്യൂണിക്കേഷൻ റോഡ് ബ്ലോക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിറ്റ്വീൻ ദ ഡയറക്ടറേറ്റ് ആൻഡ് ദ ഹെൽത്ത് മിനിസ്ട്രി, ഡയറക്ടറേറ്റിനും ഹെൽത്ത് മിനിസ്ട്രിക്കും ഇടയിൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ റോഡ് ബ്ലോക്ക് ഉണ്ടാകാം. ബിറ്റ്വീൻ ദ ഹെൽത്ത് മിനിസ്ട്രി ആൻഡ് ദ അതർ മിനിസ്ട്രീസ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി ഗവൺമെന്റ്, എവിടെയും എല്ലായിടത്തും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയാൽ മാത്രമേ നമുക്ക് മാനേജ്മെന്റ് സെറ്റാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡിലേസ് ഇൻ റെഗുലർ റിപ്പോർട്ടിംഗ് ആൻഡ് നോട്ടിഫിക്കേഷൻ, ഡിലേസ് ഇൻ ദ കോമ്പിലേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡിലേസ് ഇൻ ദ റിലീസ് ഓഫ് സപ്ലൈസ് ആൻഡ് സാലറീസ്, ഡിലേസ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോംപ്റ്റ് റെമഡിയൽ മെഷേഴ്സ്. അല്ലേ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡിലേ ആയാൽ എന്തൊക്കെ സംഭവിക്കും, എല്ലാം ഡിലേ വരും. അത്രേ ഉള്ളൂ കാര്യം. എന്തൊക്കെയാണ്, റെഗുലർ റിപ്പോർട്ടിംഗ് ആൻഡ് നോട്ടിഫിക്കേഷൻ. ഉദാഹരണത്തിന് നമ്മളെ എന്താണ്, ഒരു നിപ്പ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവിടെ നിപ്പ റിപ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് നിപ്പ സസ്പെക്ട് ചെയ്യാണ് നമ്മുടെ ഒരു ഡോക്ടർ. ശരിക്കും ആദ്യമായിട്ട് കേരളത്തിൽ നിപ്പ വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടറുടെ സംശയം തോന്നിയിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്തിട്ട് ഹെൽത്ത് അതോറിറ്റീസിനെ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ റിപ്പോർട്ട് ചെയ്തത് എവിടെയെങ്കിലും കമ്മ്യൂണിക്കേഷൻ റോഡ് ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുകയും പെട്ടെന്ന് തന്നെ ഒരു റെമഡിയൽ ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് കഴിയാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ എന്തായിരുന്ന അവസ്ഥ? അപ്പോൾ അവിടെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയല്ലേ, അർജന്റ് മെസ്സേജ് വന്നപ്പോഴത്തേക്കും ബെറ്റർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയി. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ പ്രശ്നമായിരുന്നു. ഇത്രേ ഉള്ളൂ, ഇതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. കമ്മ്യൂണിക്കേഷൻ റോഡ് ബ്ലോക്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ റോഡ് ബ്ലോക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് സൈഡിൽ അത് ഉറപ്പായിട്ടും റിഫ്ലക്റ്റ് ചെയ്യും. അതൊരു എന്താ പറയുക, ഇംപ്രോപ്പർ മാനേജ്മെന്റിന് വഴിവെക്കും കേട്ടോ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും പരസ്പരം എന്ത് ചെയ്യണം, അറിഞ്ഞാലേ പറ്റത്തുള്ളൂ അല്ലേ. ഒരു വലിയൊരു ആശുപത്രി എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമ്മുടെ ഒരു ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡ് മുതൽ ഏറ്റവും മുകളിലുള്ള നമ്മുടെ ഒരു എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ എടുക്കേണ്ടുന്ന CEO വരെ അല്ലേ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വരെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. ഒരിക്കലും ഈ സെക്യൂരിറ്റി ഗാർഡിന് പോയി സിഇഒയുടെ അടുത്ത് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല, സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി പൊതുവെ ആൾക്കാരുടെ ഇടയിൽ ഒരു വലിയ നെഗറ്റീവ് സൈഡ് ഉണ്ട്. ഇതൊരിക്കലും ഈ സെക്യൂരിറ്റി ഗാർഡിന് അറിയാൻ പറ്റും. അപ്പോൾ അത് സെക്യൂരിറ്റി ഗാർഡ് അടുത്തേക്കും സെക്യൂരിറ്റി ഗാർഡിൻ്റെ പറയും. അങ്ങനെ ഒരു ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ നടക്കും. പക്ഷേ ഇതിൽ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും മുകളിൽ പോകത്തില്ല അല്ലേ. അപ്പോൾ അത് പോകാൻ വേണ്ടി കൃത്യമായ ഒരു ചാനലൈസ് നമ്മൾ ചെയ്യണം. എന്ത് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും എന്ത് ഇൻഫോർമേഷൻ ആണെന്നുണ്ടെങ്കിലും അത് മുകളിലേക്ക് പോകാൻ ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ചിലപ്പോൾ അവിടെ ബ്ലോക്സ് ഉണ്ടായിരിക്കും. ആ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായ മാനേജ്മെന്റ് പ്രാക്ടീസിലൂടെ അതിനെ നമ്മൾ ഓവർകം ചെയ്തെടുക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം. ഇനി ഇൻഫോർമേഷൻ സിസ്റ്റംസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തെ എന്താണ് ഉദ്ദേശിച്ചത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വിവരങ്ങളാണ് പരസ്പരം കൈമാറേണ്ടത് അല്ലേ. ഇൻഫോർമേഷൻ അല്ലേ. ഇൻഫോർമേഷൻ ഇസ് നീഡഡ് ഫോർ ഡേ ടു ഡേ മാനേജ്മെന്റ് ഓഫ് ദ ഹെൽത്ത് സിസ്റ്റം. ഹെൽത്ത് സിസ്റ്റം ആകട്ടെ, ഒരു ആശുപത്രി ആവട്ടെ, ഒരു വീടാവട്ടെ, എല്ലാ കാര്യങ്ങളുടെയും ഡേ ടു ഡേ മാനേജ്മെന്റിന് എന്താവശ്യമാണ്? ഇൻഫർമേഷൻ, വിവരങ്ങൾ ആവശ്യമാണ് അല്ലേ. ഇൻഫർമേഷൻ കംസ് ഫ്രം മെനി സോഴ്സസ്, ബോത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. അപ്പോൾ ഇൻഫർമേഷൻ എവിടെ നിന്നൊക്കെ വരും? ഫോർമലായിട്ടും വരും, ഇൻഫോർമലായിട്ടും വരും. ഇൻഫോർമലായിട്ട് വരിക എന്ന് പറയുമ്പോഴത്തേക്കും നോക്കാം, നമ്മുടെ ഈ CEO ഇതുവഴി ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ താഴെ സെക്യൂരിറ്റി ഗാർഡും ഒരാളും വഴക്ക് നടക്കുകയാണ്. അതായത് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് കുഴപ്പം. അപ്പോഴത്തേക്കും ഇവ അപ്പുറത്തെ സെക്യൂരിറ്റി ഗാർഡിനൊക്കെ അറിയാം അതെന്താണ് ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ CEO ഇത് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ശ്രദ്ധിക്കുന്നു, അവിടെ ഒരു പ്രശ്നം. ഓക്കെ, തിരിച്ചു വരുമ്പോഴത്തേക്കും CEO എന്ത് ചെയ്യുന്നു? നൈസിന് അയാളെ വിളിച്ച് ചോദിക്കും, എന്തിനാ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നു. അതൊരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ.
അല്ലേ? ശരിയാണ്. അപ്പോൾ എന്താ അവിടെ പാസ് ചെയ്തത്? ഇൻഫർമേഷനാണ് പാസ് ചെയ്തത്. അപ്പോൾ ഇൻഫർമേഷൻ ആവശ്യമാണ് എന്തിന്? ഡേ ടു ഡേ മാനേജ്മെന്റ് ഓഫ് ദ ഹെൽത്ത് സിസ്റ്റത്തിന്. നമ്മുടെ സിസ്റ്റത്തിന്റെ ഡേ ടു ഡേ മാനേജ്മെന്റ് ഇൻഫർമേഷൻ ആവശ്യമാണ്. ഇൻഫർമേഷൻ വേരിയസ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് വരുന്നു ചേരും. അത് ഫോർമൽ ആയിരിക്കാം, ഇൻഫോർമൽ ആയിരിക്കാം, അല്ലേ? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻഫോർമൽ വേ ഓഫ് ഇൻഫർമേഷൻ ആണ് ഇത്. കൃത്യമായിട്ട് എന്താണ് സെക്യൂരിറ്റി ഗാർഡ് അതിന്റെ ചീഫിന് റിപ്പോർട്ട് ചെയ്ത് അടുത്ത മാനേജ്മെന്റ് മീറ്റിംഗിൽ വെച്ച് അത് ആസ് ഏർലി ആസ് പോസിബിൾ പരിഹരിക്കുന്നത് അത് സൈൻ ചെയ്ത് സിഇഒയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം. ദാറ്റ് ഈസ് എ formal way of communication, അല്ലേ? The information system should be tailored according to the management needs of the individual health services, അല്ലേ? ഇതുപോലെ എന്ത് ചെയ്യണം? ഓരോ ഹെൽത്ത് സർവീസിന്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഹെൽത്ത് സർവീസിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം എന്താ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ ടൈലർ ചെയ്യേണ്ടത്, തുന്നിയെടുക്കേണ്ടത്, അല്ലേ? അത് ഫങ്ഷൻസ് ഓഫ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, ട്രാൻസ്മിഷൻ, സ്റ്റോറേജ്, റിട്രീവൽ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഡിസ്പ്ലേ ഓഫ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? കളക്ട് ചെയ്യണം, അല്ലേ? കളക്ട് ചെയ്യണം, ശേഖരിക്കണം, അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം, ആവശ്യമുള്ള സ്ഥലത്ത് എത്തിക്കണം, അതിനെ ക്ലാസിഫൈ ചെയ്യണം. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസിനെ നമുക്ക് രോഗികളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അത് ഇത്രയൊക്കെ ഉണ്ട്, അത് ക്ലാസിഫൈ ചെയ്തു, കുറേ ഇൻഫർമേഷൻ ആണ്, അത് ക്ലാസിഫൈ ചെയ്തു. അതുപോലെ എന്താണ് കസ്റ്റമർ ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ എംപ്ലോയീസിന്റെ ഫീഡ്ബാക്ക്, നഴ്സുമാർ എന്ത് പറയുന്നു നമ്മുടെ ഓർഗനൈസേഷനെ പറ്റി, അവർ ദേ ആർ സാറ്റിസ്ഫൈഡ് ഓർ നോട്ട്, അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ സൗകര്യം ആവശ്യമാണോ, ഇതെല്ലാം ഇൻഫർമേഷൻ ആണല്ലേ. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യണം, എവിടെ എത്തിക്കണം അവിടെ എത്തിക്കണം, അത് സ്റ്റോറേജ് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് റിട്രീവൽ ചെയ്യണം, അതുപോലെ എന്ത് ചെയ്യണം? ട്രാൻസ്ഫോം ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്താണ് ഏതൊരു ഓർഗനൈസേഷൻ ആകട്ടെ അതിൻ്റെ കൃത്യമായ മാനേജ്മെന്റിൽ ഇൻഫർമേഷനുള്ള പ്രാധാന്യമാണ് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലേ, കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ഉപയോഗത്തോടുകൂടി ഇൻഫർമേഷൻ വളരെ എഫക്റ്റീവായിട്ട് നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഇൻഫർമേഷൻ ക്ലാസിഫൈ ചെയ്യാനൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഇനി നോക്കാം മെത്തേഡ്സ് ബേസ്ഡ് ഓൺ ബിഹേവിയർ സയൻസിൽ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, അല്ലേ? മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും നമുക്കിവിടെ ഒന്ന് പറഞ്ഞു പോകാം. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക ഓർഗനൈസേഷനിൽ കുറേ എംപ്ലോയീസ് ഉണ്ട്, അല്ലേ? കുറേ ആൾക്കാരുണ്ട്. ഈ കുറേ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ എങ്ങനെ വേണം മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ വേണം മാനേജ് ചെയ്യുക. പക്ഷേ അതിലുള്ള ഏറ്റവും ഒരു കൃത്യമായുള്ള ടെക്നിക്കാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഞാനൊരു ആശുപത്രി തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ അവിടെ ആദ്യം ഒരു ഒബ്ജക്റ്റീവ് വെക്കുകയാണ്, നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും മിനിമം ആയിട്ടുള്ള കോസ്റ്റിൽ സാധാരണക്കാർക്ക് എന്ത് കൊടുക്കുക? ചികിത്സ അവൈലബിൾ ആക്കുക. ഇതൊരു ഒബ്ജക്റ്റീവാണ്. ഈ ഒബ്ജക്റ്റീവിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആശുപത്രി ഇങ്ങനെയാണോ? ആവണമെന്നില്ലല്ലേ. ചില ആശുപത്രി ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. അതേസമയം നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു പനിക്ക് പോയി കഴിഞ്ഞാൽ 5000 രൂപ ചിലവാക്കിയിട്ട്, ഒരു പനി കാണിക്കാൻ പോയി 5000 രൂപ ചിലവാക്കിയിട്ട് പുറത്ത് വരേണ്ടുന്ന ആശുപത്രികളുണ്ട്. അപ്പോൾ അവിടുത്തെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? പ്രോഫിറ്റ് മാക്സിമേഷൻ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. പക്ഷേ എന്തായിരിക്കാം കുറച്ചുകൂടെ എന്താ പറയുക, നമ്മുടെ എംപ്ലോയീസിന് ആ ഒരു ഒബ്ജക്റ്റീവ് കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാം ഏറ്റവും എന്താ പറയുക ലക്ഷറി ആയിട്ടുള്ളൊരു ഫീൽ ആയിരിക്കണം, ഒരു എന്താ പറയുക ഹോസ്പിറ്റാലിറ്റി ആയിരിക്കണം നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള രോഗികൾക്ക് കൊടുക്കേണ്ടത്. ഇതൊരു ഒബ്ജക്റ്റീവാണ്, അല്ലേ? അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് നമ്മുടെ മുന്നിലുള്ളപ്പോഴത്തേക്ക് നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ പറ്റും, അല്ലേ? ഒബ്ജക്റ്റീവ് സെറ്റ് ഫോർ ദ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആൻഡ് സബ് യൂണിറ്റ്സ്. ഓരോ യൂണിറ്റിനും സബ് യൂണിറ്റിനും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഒബ്ജക്റ്റീവ് കൊടുക്കാൻ പറ്റും. ഉദാഹരണം മാർക്കറ്റിംഗ് സൈഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ എന്താണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുന്നൊരു ഹോസ്പിറ്റലാണെന്ന് വെച്ചോ. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിൽ ഈസി ആയിട്ട് മാർക്കറ്റിംഗ് സൈഡിന് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇൻഫെർട്ടിലിറ്റി വഴി പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാരെ കൃത്യമായി ടാഗ് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി അതുമായി ബന്ധപ്പെടുത്തി പരസ്യം കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് എത്ര? 100 ലീഡ്സ് അല്ലെങ്കിൽ 100 കോളുകളാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരു ഒബ്ജക്റ്റീവ് അവർക്ക് കൊടുക്കാം. അടുത്ത പ്രാവശ്യം 200 ഒബ്ജക്റ്റീവ് എണ്ണം പോകണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവർക്ക് ഒരു ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യാം, അല്ലേ? അപ്പോൾ അത് ഒരു ഡിഫറൻറ്റ് സബ് യൂണിറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഒബ്ജക്റ്റീവാണ്, അല്ലേ? നോക്കാം. ഈച്ച് ഓഫ് വിച്ച് പ്രിപ്പയർസ് ഇറ്റ്സ് ഓൺ പ്ലാൻ ഓഫ് ആക്ഷൻ യൂഷ്വലി ഓൺ എ ഷോർട്ട് ടേം ബേസിസ്, അല്ലേ? ദിസ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ദ റിസൾട്ട്സ് മോർ എഫക്റ്റീവ്ലി ആൻഡ് സ്മൂത്ത്ലി. അപ്പോൾ നമുക്കിത് ഓരോ യൂണിറ്റിനും സബ് യൂണിറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫുൾ ഓർഗനൈസേഷനായിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ്സ് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വഴി നമ്മൾ മാനേജ് ചെയ്ത് ഇങ്ങനെ ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് ഓരോ ആൾക്കാർക്കും കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ഡ്യൂട്ടി ആയിട്ട് മാറും എന്നുള്ളതാണ് മാനേജ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് വഴി നമുക്ക് പറയാൻ പറ്റുന്നത്, അല്ലേ? ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഷുഡ് ദ ഓർഗനൈസേഷൻ ഡിസൈൻ ഓഫ് ഹെൽത്ത് സർവീസസ് ബി റിവ്യൂഡ് പീരിയോഡിക്കലി? അതായത് ഒരു ഹെൽത്ത് സർവീസിന്റെ ഓർഗനൈസേഷൻ ഡിസൈൻ പീരിയോഡിക്കലി നമ്മൾ എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം അല്ലെങ്കിൽ റിവൈസ് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ to increase profit, to meet changing concept problems and technology, to ensure uniformity across countries, to reduce the number of staff.
അത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉത്തരം എന്താണ്? ടു മീറ്റ് ദ ചേഞ്ചിങ് കൺസെപ്റ്റുകൾ അല്ലേ, കൺസെപ്റ്റുകൾ, പ്രോബ്ലംസ് ആൻഡ് ടെക്നോളജിയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓർഗനൈസേഷൻ ഡിസൈൻ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യണമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഉത്തരം ഏതാണ്? ബി ആണ്. വാട്ട് റോൾ ഡസ് ഇൻഫർമേഷൻ പ്ലേ ഇൻ ഹെൽത്ത് സർവീസ് മാനേജ്മെന്റ്? ഇറ്റ് ഈസ് ഇറലവൻറ്റ് അല്ല, ഇറ്റ് ഈസ് നീഡഡ് ഫോർ ഡേ ടു ഡേ മാനേജ്മെന്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അല്ലേ. അപ്പോൾ ഹെൽത്ത് സർവീസിൽ നമുക്ക് ഹെൽത്ത് സർവീസിലുള്ള എവിടെയാകട്ടെ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ ഡിസിഷൻ മേക്കിംഗ് എല്ലാം വളരെ അത്യാവശ്യമായ കാര്യമാണ് നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് സെറ്റിംഗ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ഇൻ MBO? മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിൽ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് റിസൾട്ട്സ് മോർ എഫക്റ്റീവ്ലി ആൻഡ് സ്മൂത്ത്ലി. ഇറ്റ് ലീഡ്സ് ടു അൺനെസറി വർക്ക് ലോഡ് അല്ല, ഇറ്റ് ഇൻക്രീസ് കൺഫ്യൂഷൻ അല്ല, ഇറ്റ് കോംപ്ലിക്കേറ്റ്സ് വിത്ത് ദ പ്ലാനിംഗ് പ്രോസസ് അല്ല. എന്നാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് റിസൾട്ട്സ് മോർ എഫക്റ്റീവ്ലി ആൻഡ് സ്മൂത്ത്ലി അല്ലേ. കൂടുതൽ എഫക്റ്റീവായിട്ട് സ്മൂത്ത് ആയിട്ട് റിസൾട്ടിലേക്ക് എത്താൻ മാനേജ്മെന്റ് വഴി ഒബ്ജക്റ്റീവ് വഴി സാധ്യമാകും അല്ലേ. വാട്ട് ഈസ് ദ റോൾ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് സർവീസ് ഡെലിവറി? എന്തിനാണ്? ടു എൻഷുർ ദ എഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ. HR-ൻ്റെ കൃത്യമായിട്ടുള്ള എഫക്റ്റീവ് യൂസ് എന്ത് ചെയ്യും? എൻഷുർ ചെയ്യും എന്ത്? പേഴ്സണൽ മാനേജ്മെന്റ് അല്ലേ. അവിടെയും ബി ആണ് ഉത്തരം. അതുപോലെ വാട്ട് ഈസ് ദ റോൾ ഓഫ് മോട്ടിവേഷൻ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്? ടു എൻഫോഴ്സ് ഡിസിപ്ലിൻ, ടു ഇൻക്രീസ് അഡ്മിനിസ്ട്രേറ്റീവ് ബർഡൻ, ടു ഇൻസ്പയർ ബെറ്റർ വർക്ക് പെർഫോമൻസ് ആൻഡ് എൻഗേജ്മെന്റ് അല്ലേ. അവൻ്റെ വർക്ക് പെർഫോമൻസ് കൂട്ടാനും ബെറ്റർ ആക്കാനും എൻഗേജ്മെന്റ് വർദ്ധിപ്പിക്കാനുമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നത്? മോട്ടിവേഷൻ അവന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ വിച്ച് മാനേജ്മെന്റ് ടെക്നിക് ഹെൽപ്സ് ഇൻ സെറ്റിംഗ് ക്ലിയർ ആൻഡ് മെഷറബിൾ ഒബ്ജക്റ്റീവ്സ് ഫോർ ഈച്ച് യൂണിറ്റ്? മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ആണല്ലേ. ഒബ്ജക്റ്റീവ് എന്നുള്ള പേര് അവിടെ ഉണ്ടുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഹൗ ഡസ് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ഇംപ്രൂവ് ദ ഓവറോൾ ഹെൽത്ത് സർവീസ് ഡെലിവറി? നോക്കാം. ബൈ അസൈനിങ് മോർ റെസ്പോൺസിബിലിറ്റി ടു സീനിയർ ഓഫീസേഴ്സ് അല്ല, ബൈ പ്രൊമോട്ടിംഗ് സ്റ്റാഫ് ടു ഹയർ പൊസിഷൻസ് പറയാൻ പറ്റില്ല, ബൈ എൻഷുറിംഗ് ദാറ്റ് ഈച്ച് യൂണിറ്റ് ഹാസ് എ ക്ലിയർ ആക്ഷൻ പ്ലാൻ ആൻഡ് ഡയറക്ഷൻ അല്ലേ. ഓരോ യൂണിറ്റിനും നമ്മളൊരു ഒബ്ജക്റ്റീവ് എടുക്കുമ്പോഴത്തേക്ക് അവരുടെ കൃത്യമായ ഡയറക്ഷനും ഉണ്ടായിരിക്കും, ആക്ഷൻ പ്ലാനും ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഹെൽത്ത് സർവീസ് ഡെലിവറി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ഓർഗനൈസേഷൻ ഡിസൈൻ. ഓർഗനൈസേഷൻ ഡിസൈനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നോക്കാം. ഓർഗനൈസേഷൻ ഡിസൈൻ ഷുഡ് ബി റിവ്യൂഡ് പീരിയോഡിക്കലി ഡ്യൂ ടു ചേഞ്ചിങ് ഹെൽത്ത് നീഡ്സ്. ഇവിടെ നമ്മൾ എലിമിനേഷൻ ടെക്നിക്ക് പരിശോധിക്കാൻ പോവുകയാണ്. സഹകാരിയുടെ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയിലൊക്കെ നമുക്ക് 1 റാങ്ക് കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിൻ്റെ കാരണം ഏകദേശം 40-ലധികം സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും കൃത്യമായിട്ടുള്ള എലിമിനേഷൻ ടെക്നിക്കിൻ്റെ പ്രാക്ടീസിലൂടെ നമ്മുടെ പിള്ളേർ വായിച്ച് തീർത്ത് പരീക്ഷ എഴുതി. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ വാർത്തയൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടായിരുന്നോ? ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് വായിച്ച് തീർക്കാൻ സമയം കിട്ടിയെന്ന് ഒരുപാട് പരാതി വന്നു. എന്തുകൊണ്ടാണ്? വായിച്ച് തീർക്കാതെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് എലിമിനേഷൻ ഉപയോഗിക്കാം. സഹകാരിയുടെ പിള്ളേരെ അഡ്വാൻസ് ആയിട്ട് കയറിയ സംഗതി എലിമിനേഷൻ ടെക്നിക്ക് നോക്കാം. അപ്പോൾ എന്താ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെ ഉത്തരം അറിഞ്ഞുകൂടെങ്കിൽ കൂടിയും എല്ലാ സ്റ്റേറ്റ്മെൻറ്റും അറിയില്ലെങ്കിലും അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് ഉത്തരത്തിലെത്താൻ പറ്റും, ബാക്കി വായിക്കാതെ തന്നെ. നോക്കാം. അപ്പോൾ 1 ഇവിടെ നമ്പറിലല്ലേ, 2, 3, 4. ഓർഗനൈസേഷൻ ഡിസൈൻ ഷുഡ് ബി റിവ്യൂഡ് പീരിയോഡിക്കലി ഡ്യൂ ടു ചേഞ്ചിങ് ഹെൽത്ത് നീഡ്സ്. ശരിയാണ്. ഹെൽത്ത് നീഡ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ ഡിസൈൻ പീരിയോഡിക്കലി എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയായ പ്രസ്താവനയല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. ശരിയാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ താഴെ നമുക്ക് ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ കഴിയുമോ നോക്കാം. എന്താ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നും കൂടെ പറയാം മക്കളെ. ഇത് ശരിയാണെന്ന് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ബാക്കി 2, 3, 4 കുറിച്ച് ഒരു ബോധ്യമില്ല, നമ്മൾ നോക്കിയില്ല കാരണം അല്ലേ. അപ്പം ഏതൊക്കെയാണ് ശരിയെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? 1ഉം 2ഉം ശരി എന്നാണ് അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഒരു പക്ഷേ വരാം. കാരണം എന്താ? 1 ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ബി എന്ന് പറയുന്ന ഓപ്ഷൻ എന്താ പറയുന്നത്? 2ഉം 3ഉമാണ് ശരിയെന്നാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ ബി എന്ന് പറയുന്ന ഓപ്ഷൻ പറയുന്നു 2ഉം 3ഉമാണ് ശരിയെന്ന്. ഇത് ശരിയാണെന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ, ഈ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷനിൽ 2ഉം 3ഉമാണ് ശരിയെന്ന് മാത്രം പറയുന്നതും ഉള്ളത് കൊണ്ട് തന്നെ അത് ഒന്നിനെക്കുറിച്ച് അവർ പരാമർശിക്കുന്നേ ഇല്ല. 1 ശരിയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരിക്കലും ഈ ഓപ്ഷൻ വരില്ല, നമുക്ക് വെട്ടിക്കളയാം. മനസ്സിലായ? അതായത് ഈ ബി എന്നുള്ള ഓപ്ഷൻ വരില്ല. ഇനി സി എന്നുള്ള ഓപ്ഷൻ പരിശോധിക്കാം. സിയിൽ പറയുന്ന 1ഉം 3ഉം ശരിയെന്ന്. അപ്പോൾ 1 ശരിയാണെന്ന് മനസ്സിലായി, 3 ശരിയാണെന്ന് നമുക്ക് പിന്നെ നോക്കണം. എന്തായാലും ഈ ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി ഡിയും വരില്ല. എന്താ കാര്യം? 1നെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നതേ ഇല്ല. ഇനി നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, എയും സിയും. 2 ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്താ. ഓക്കെ, അടുത്ത് നോക്കാം. എഫക്റ്റീവ് ഓർഗനൈസേഷണൽ ഡിസൈൻ ഹാസ് നോ ഇമ്പാക്ട് ഓൺ ദ എഫിഷ്യൻസി ഓഫ് സർവീസ് ഡെലിവറി.
ഓർഗനൈസേഷൻ ഡിസൈൻ എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ സർവീസ് ഡെലിവറിയിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റായ പ്രസ്താവനയല്ലേ? ആണ്. ഇത് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് മനസ്സിലായി. എന്താ നമ്മുടെ ചോദ്യത്തിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ്. അപ്പോൾ ഈ തെറ്റായ പ്രസ്താവന ശരിയാണെന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇവിടെ പറഞ്ഞാൽ നമുക്കതും വെട്ടിക്കളയാം. കാരണം രണ്ട് തെറ്റാണെന്ന് നമുക്ക് ഡബിൾ ഉറപ്പില്ലേ? ഉണ്ട്. അപ്പോൾ ഒരിക്കലും വരില്ല. കാരണം എന്താ? ഇതിൽ പറഞ്ഞിരിക്കുന്നത് 1ഉം 2ഉം ശരിയെന്ന്. 1 ശരിയാണ് സംബന്ധിച്ച്, 2 തെറ്റല്ലേ, അതുകൊണ്ട് ഈ ഓപ്ഷനും വരില്ല. 2 പ്രസ്താവന പരിശോധിച്ച് നമുക്ക് ഉത്തരം കിട്ടി. ഉത്തരം സി ആയിരിക്കും. അപ്പോൾ സി ആണോ എന്ന് നമുക്കിനി ഉറപ്പിക്കണ്ടേ? പരീക്ഷയിൽ നിങ്ങൾ ഉറപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിങ്ങനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഇതേപോലെ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ സാധാരണ ഇഷ്ടംമാതിരി ക്വസ്റ്റ്യൻ തന്നെ പ്രസ്താവന ചോദ്യം ചെയ്ത് മടുത്തില്ലേ നിങ്ങൾ? അപ്പോൾ എല്ലാ ചോദ്യങ്ങളും ഈ മെത്തേഡ് ചെയ്യാം. അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾ കണ്ണും പൂട്ടി അടുത്ത ചോദ്യത്തിലേക്ക് പോകും. 2 പ്രസ്താവന കഴിഞ്ഞു, എനിക്ക് ഉത്തരം കിട്ടി, നമ്മൾ അടുത്തേക്ക് പോകും. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് പോകാൻ ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് ശരിയാണെന്ന് വാക്കിട്ട് നോക്കാം. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന പരിശോധിക്കുന്നു. അപ്പോൾ ഈ സി നമ്മൾ സെലക്ട് ചെയ്യണം. 1ഉം 3ഉമാണ് ശരിയെന്നാണ്. അപ്പോൾ 1 ശരിയാണെന്ന് മനസ്സിലായി, 2 തെറ്റാണെന്ന് മനസ്സിലായി, നമുക്ക് ഉത്തരം കിട്ടി. 3 ശരിയാണെന്ന് നോക്കണ്ടേ? നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നോക്കാം. The organization should be suited to its current situation and meet health service needs. Organization should be suited current situation ആയിട്ട് ബന്ധപ്പെടുത്തി അത് സ്യൂട്ട് ചെയ്യണം. അതുപോലെ ഇപ്പോൾ നിലവിലുള്ള ഹെൽത്ത് സർവീസിന് മീറ്റ് ചെയ്യണം. യെസ്, ശരിയാണ്. ഇനി ഇത് തെറ്റാണോ നോക്കണ്ടേ? ആൻ ഓർഗനൈസേഷൻ ഡിസൈൻ ഷുഡ് റിമൈൻ അൺചേഞ്ച്ഡ് ഫോർ മെനി ഇയേഴ്സ്. ഒരിക്കലും മാറാതെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അത് തെറ്റായ പ്രസ്താവന അല്ലേ? ശരിയാണ് അല്ലേ? ആ തെറ്റും തന്നെയാണ്. അപ്പോൾ ശരിയായില്ലേ? 1ഉം 3ഉം ഉത്തരം സി ആണ്. മനസ്സിലായ മക്കളെ? പൊന്നു മക്കളെ, ഇത് നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. ഭയങ്കരമായിട്ട് സഹകാരിയുടെ പിള്ളേർക്ക് 5 മാർക്ക് കൂടുതൽ കിട്ടും. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ്. ഇനി നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ് ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവന. പേഴ്സണൽ മാനേജ്മെന്റ് ഇൻവോൾവ്സ് ദ സ്കിൽഫുൾ യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അത് ശരിയല്ലേ? ഇത് 1, 2, 3, 4 ഇത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ 1 ശരിയാണെന്ന് പറയാത്ത ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് വെട്ടാം. ഇത് 1ഉം 2 ശരിയെന്ന് പറയുന്നത്, 1ഉം 3 ശരിയെന്ന് പറയും, 1, 4 ഇത് 2ഉം 3ഉം മാത്രമാണ് ശരിയെന്ന് പറയുന്നു. നമ്മൾ വെട്ടി, ഓപ്ഷൻ ബി വെട്ടി. ഓൺലി സീനിയർ മാനേജ്മെന്റ് ഷുഡ് ബി ഇൻവോൾവ് ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ഡിസിഷൻസ്. പേഴ്സണൽ മാനേജ്മെന്റ് ഡിസിഷനിൽ സീനിയർ മാനേജ്മെന്റ് മാത്രമേ ഇൻവോൾവ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അത് ശരിയാണോ തെറ്റാണോ നമുക്കൊരു സംശയം ഉണ്ടെന്ന് വെച്ചോ, നമുക്കറിയില്ല. അങ്ങനെയാണോ പറയുമോ നമുക്കറിയില്ല. പോട്ടെ, അവിടെ നിൽക്കട്ടെ. അപ്പം പരീക്ഷാ ഹാളിൽ നമ്മൾ ഫീൽ ചെയ്യാൻ പോണ കാര്യമാണ്. ഇത് നമുക്ക് അറിയില്ല ശരിയാണോ തെറ്റാണെന്ന് തോന്നുന്നത്. കണ്ടിടത്തോളം സീനിയർ ലെവൽ മാത്രമായിരിക്കില്ല, എല്ലാവർക്കും അതിനകത്ത് ഡിസിഷൻ എടുക്കാൻ പറ്റും. ലോ ലെവൽ മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ ഡൗട്ട് ഉണ്ട്, നോക്കാം. അടുത്തത്, പേഴ്സണൽ മാനേജ്മെന്റ് ടെക്നിക്സ് ആർ ഇറവലന്റ് ഇൻ ഹെൽത്ത് സെക്ടർ. തെറ്റ്. അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായല്ലേ? പേഴ്സണൽ മാനേജ്മെന്റ് ടെക്നിക്സിന് ഹെൽത്ത് സെക്ടറിൽ റിലവൻസ് ഇല്ലാന്ന് തെറ്റാണ്. അപ്പോൾ ശരിയല്ല ചോദിച്ചിരിക്കുന്നത്. ഈ 3 ശരിയെന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ ഓപ്ഷനും വെട്ടാം അല്ലേ? കാരണം 3 തെറ്റാൻ മനസ്സിലായി. ഇതിൽ പറഞ്ഞിരിക്കുന്നു 1ഉം 3ഉമാണ് ശരിയെന്ന്, അതിനെയും വെട്ടാം നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാം. നോക്കാം. ട്രെയിനിങ്, മോട്ടിവേഷൻ ആൻഡ് അപ്രോപ്രിയേറ്റ് റോൾ ഡിസ്ട്രിബ്യൂഷൻ ആർ എസെൻഷ്യൽ ഫോർ പേഴ്സണൽ മാനേജ്മെന്റ്. ശരിയാണ്. 4ഉം ശരിയാണ് മക്കളെ. അപ്പോൾ 1 ശരിയാണെന്ന് നമുക്ക് ഓപ്ഷൻ ഉറപ്പുണ്ട്. 4ാമത്തെ പ്രസ്താവനയും ശരിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇതിലെന്താ പറയുന്നേ? ഇതിൽ 4നെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നേയില്ല. ഇതും വെട്ടിക്കളഞ്ഞ് ഉത്തരം ഡി ആയിരിക്കും. ഈ 2ാമത്തെ പ്രസ്താവനയെക്കുറിച്ച് നമുക്ക് ധാരണ ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് ഉത്തരം കിട്ടിയ കണ്ടോ? നിങ്ങൾ കിട്ടിയ കണ്ടോ? ഇത്രയേ ഉള്ളൂ. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ഇൻഫർമേഷൻ സിസ്റ്റംസ്. ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ നോക്കാം. ഇൻഫർമേഷൻ സിസ്റ്റംസ് ഷുഡ് ബി ടൈൽഡ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഹെൽത്ത് സർവീസസ്. ശരിയാണ് അല്ലേ? ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽ ഹെൽത്ത് സർവീസിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അല്ലേ? ട്രൂ അല്ലേ ചോദിച്ചിരിക്കുന്നത്? ഇത് ശരിയാണെന്ന് മനസ്സിലായി. അതിൻ്റെ അർത്ഥം നമുക്ക് അത് ശരിയാണെന്ന് പറയാത്ത ഓപ്ഷൻസ് വെട്ടിക്കളയാം. ബി വെട്ടി നമ്മൾ. എ ഗുഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്സ് ഇൻ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഹെൽത്ത് പ്രോഗ്രാംസ്. അതും ശരിയാണ്. അപ്പോൾ 2 ശരിയാണെന്ന് പറയാത്ത എല്ലാം നമുക്ക് കളയാം. ഇതിൽ 1ഉം 4ഉം മാത്രമാണ് ശരിയെന്ന് പറയുന്നു. ഇതിൽ 1ഉം 3ഉം മാത്രമാണ് ശരിയെന്ന് പറയുന്നു. 2നെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. ഉത്തരം കിട്ടിയേ. ഈ 3ാമത്തെയും 4ാമത്തെയും പ്രസ്താവന നോക്കാതെ നമുക്ക് ഉത്തരം കിട്ടി. ആണെന്ന് നോക്കണ്ടേ? യെസ്, തന്നെയാണ്. കണ്ടാ? ഇനി നോക്കാം. ആണെന്നുണ്ടെങ്കിൽ 1, 2 മാത്രമാണ് ശരിയെന്നുണ്ടെങ്കിൽ 3, 4 തെറ്റാവണ്ടേ? തെറ്റാണെന്ന് നോക്കാം നമുക്ക്. അത് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി മാത്രമാണ്. ഇൻഫർമേഷൻ സിസ്റ്റംസ് ആർ ഓൺലി യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ആൻഡ് നോട്ട് ഫോർ ഡിസിഷൻ മേക്കിംഗ്. തെറ്റല്ലേ? ഡിസിഷൻ മേക്കിങ്ങിനും ഇൻഫർമേഷൻ ആവശ്യമാണ്. കമ്പ്യൂട്ടർ പ്ലേ എ മൈനർ റോൾ ഇൻ എൻഹാൻസിംഗ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഇൻ ഹെൽത്ത് സർവീസ്. വെരി സോറി മാൻ. കമ്പ്യൂട്ടർ പ്ലേ വെരി ബിഗ് റോൾ ഇൻ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഇൻ ഹെൽത്ത് സർവീസ് അല്ലേ? അപ്പോൾ ആണ് ഉത്തരം. സംഭവം പിടികിട്ടുന്നുണ്ടോ മക്കളെ? പിടികിട്ടിയാ? അത്രേ ഉള്ളൂ.
ഇനി നോക്കാം, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് തെറ്റായ പ്രസ്താവന. MBO focuses on setting clear objectives for each unit and sub-unit. ഓരോ യൂണിറ്റിനും, ഓരോ ഓർഗനൈസേഷനും, ഓരോ സബ് യൂണിറ്റിനും ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതിൽ MBO ഫോക്കസ് ചെയ്യുന്നു. അത് ശരിയല്ലേ? തെറ്റായത് ഏതൊക്കെ എന്നല്ലേ ചോദിച്ചിരിക്കുന്നേ? ആണ്. ഇത് ശരിയാണെന്ന് പറഞ്ഞു. നമ്മുടെ ചോദിക്കും താഴത്തുനിന്ന് ഏതൊക്കെയാണ് തെറ്റെന്നാണ്. അപ്പോൾ ഏതൊക്കെ ഇതിൻ്റെ അർത്ഥമാക്കുന്നേ? 1ഉം 2ഉം തെറ്റ് എന്നാ ഇത് പറയുന്നത്. ഈ എ എന്നുള്ള ഓപ്ഷൻ പറയുന്നത് 1 ശരിയല്ലേ? അപ്പോൾ ഇതൊരിക്കലും വരില്ല. ഇവിടെ 2 മാത്രം തെറ്റെന്ന് പറയുന്നു, 3ഉം 4ഉം തെറ്റെന്ന് പറയുമ്പോൾ നമുക്ക് വിഷയമല്ല. ഇവിടെ 1ഉം 4ഉം തെറ്റെന്ന് പറയുന്നു ഡി. അപ്പോൾ ഇതൊരിക്കലും വരില്ല. കാരണം എന്താ? 1 ശരിയാണ് അല്ലേ? 1 ശരിയാണ്. ഇനി നമ്മുടെ മുന്നിൽ ബിയും സിയും മാത്രം. ഇനി നോക്കാം, ഇൻ MBO ആൾ ഒബ്ജക്റ്റീവ് ഷുഡ് ബി സെറ്റ് അറ്റ് ദ ടോപ്പ് മാനേജ്മെന്റ് ലെവൽ ആൻഡ് നോട്ട് ബൈ സബ് യൂണിറ്റ്സ്. ഇനി MBO ആൾ ഒബ്ജക്റ്റീവ് ഷുഡ് ബി സെറ്റ്, ടോപ്പ് മാനേജ്മെന്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നു. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ് അല്ലേ? ശരിയാണ്, തെറ്റാണ്. അപ്പോൾ ടോപ്പ് മാനേജറിന് മാത്രമല്ല സബ് യൂണിറ്റ്സിനും എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? തെറ്റാണ്. അപ്പോൾ 2 തെറ്റ് എന്ന് പറയാത്ത പ്രസ്താവന എല്ലാം കളയാം. ഉത്തരം നമുക്ക് കിട്ടി ബി ആണ്. ബി തന്നെ ഉത്തരം ബി ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 3ഉം 4ഉം ശരിയാണെന്നും അർത്ഥമുണ്ട് അല്ലേ? MBO ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് റിസൾട്ട്സ് മോർ എഫക്റ്റീവ്. ശരിയാണ്. MBO എൻകറേജ് ഷോർട്ട് ടേം പ്ലാനിങ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. ഷോർട്ട് ടേം ലോങ് ടേം പ്ലാനിങ്ങും എൻകറേജ് ചെയ്യുന്നു. എന്താ? ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്താൽ മതി. അപ്പോൾ അത് 2 ശരിയാണ്. ഇത് നോക്കാം, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ഓർഗനൈസേഷണൽ ഡിസൈൻ. ഓർഗനൈസേഷണൽ ഡിസൈനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നോക്കാം. ദ ഡിസൈൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഫിക്സഡ് ആൻഡ് ഷുഡ് നോട്ട് ബി റിവ്യൂഡ് വൺസ് എസ്റ്റാബ്ലിഷ്ഡ്. അത് തെറ്റായ പ്രസ്താവന അല്ലേ? ഓർഗനൈസേഷൻ ഡിസൈൻ നമ്മൾ ഫിക്സ് ചെയ്താൽ അതെന്താണ്? കൃത്യമായി മാറ്റങ്ങൾ വരുത്തണം കാലാനുസൃതമായിട്ടല്ലേ? അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ്. 1 തെറ്റായതുകൊണ്ട് തന്നെ നമുക്ക് ശരിയല്ലേ ചോദിച്ചിരിക്കുന്നേ? ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ 1ഉം 2ഉം ശരിയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കളയാം. 1ഉം 4ഉം ശരിയെന്ന് പറയുന്നതിന് നമുക്ക് കളയാം. ഇനി ബി ആണോ ഡി ആണോ? ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. 2 നോക്കാം, ഓർഗനൈസേഷൻ ഡിസൈൻ ഈസ് വൈറ്റൽ ഫോർ ദ എഫിഷ്യന്റ് ഡെലിവറി ഓഫ് ഹെൽത്ത് സർവീസസ്. ശരിയാണ് അല്ലേ? ഹെൽത്ത് സർവീസസ് മാത്രമല്ല വേറെ ഏത് സർവീസ് ഡെലിവറിയിലും ഓർഗനൈസേഷൻ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും വൈറ്റലാണ്. അപ്പോൾ നോക്കാം, അത് ശരിയാണ്. 2 ശരിയാണെന്ന് പറയാത്ത ഓപ്ഷൻ നമ്മൾ കളയാം. ഡി നമ്മൾ കളഞ്ഞു. 2 കാര്യം ഉത്തരത്തിൽ 2ഉം 3ഉം ആയിരിക്കും ശരി. അപ്പോൾ അങ്ങനെ ശരിയാവണമെങ്കിൽ ഇത് ശരിയുമാകണം, ഇത് തെറ്റുമാകണം അല്ലേ? ആണോ നോക്കാം. ചേഞ്ചസ് ഇൻ ഓർഗനൈസ് ഡിസൈൻ മേ ബി നെസസറി ഡ്യൂ ടു ഇവോൾവിംഗ് ഹെൽത്ത് നീഡ്സ്. ശരിയാണ് അല്ലേ? അതായത് നമുക്ക് ഓർഗനൈസ് ഡിസൈൻ ഒരിക്കൽ സെറ്റ് കഴിഞ്ഞാൽ അതിൽ ചേഞ്ച് ആവശ്യമാണ്. കാരണം ഹെൽത്ത് നീഡ്സ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഓർഗനൈസ്ഡ് ഡിസൈനിലെ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. അതുപോലെ 4 തെറ്റാണ് നോക്കണ്ടേ. എ വെൽ ഡിസൈൻഡ് ഓർഗനൈസേഷൻ ക്യാൻ റിസൾട്ട് ഇൻ ദ വേസ്റ്റ് ഓഫ് റിസോഴ്സസ്. തെറ്റാണ് അല്ലേ? മണ്ണ തെറ്റാണ്. നന്നായിട്ട് ഡിസൈൻ ചെയ്താൽ റിസോഴ്സിൻ്റെ വേസ്റ്റേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് അല്ലേ മക്കളെ? കറക്റ്റാണ്. അപ്പോൾ മക്കളെ ഇതേപോലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള എലിമിനേഷൻ ടെക്നിക്കിലൂടെ പ്രാക്ടീസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ സഹകാരിയുടെ പിള്ളേർ മാത്രമേ 1ാം റാങ്കിൽ വരത്തുള്ളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രസ്താവന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. എന്താണ് പ്രസ്താവന ചോദ്യങ്ങളെന്ന് മനസ്സിലാക്കി, എന്താണ് ഈ ടെക്നിക്ക് എന്ന് മനസ്സിലാക്കി നിങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ 14 ജില്ലയിലും 1ാം റാങ്കിൽ നമ്മുടെ പിള്ളേരെ ഇരിക്കൂ. അത് എന്താ പറയുക, ഒരു കോൺഫിഡൻസ് അല്ല, ഒരു അഹങ്കാരമാണ് നിങ്ങൾ കൂട്ടിക്കോളൂ. ഈ കഴിഞ്ഞ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയുടെ റിസൾട്ട് ഇപ്പം ഉടൻ തന്നെ വരും. കാരണം നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞു, ഇത് നമ്മുടെ കീ വന്നിട്ടേ ഉള്ളൂ. 60ന് മേളിൽ മാർക്ക് സഹകാരിൽ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിപ്പോൾ വന്നിട്ടുള്ള ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനേഷൻ 1ാം റാങ്ക് അടക്കം ഏകദേശം 200ഓളം റാങ്കുകളാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ നേടാൻ പോകുന്നത്. കാരണം ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു. ICDS സൂപ്പർവൈസർ 100-ലധികം റാങ്കുകൾ സഹകാരിയുടെ പിള്ളേർ നേടാൻ പോകണം 1ാം റാങ്ക് അടക്കം. അപ്പോൾ അതേപോലെ ഒരു പരീക്ഷ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സഹകാരി ഒരുപാട് കോഴ്സുകളും ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യുക, നമ്മുടെ പിള്ളേരെ കയറ്റിക്കൊണ്ട് വരിക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ പണിയെടുത്തേ പറ്റത്തുള്ളൂ മക്കളെ. അപ്പോൾ അടുത്ത ലൈവിൽ നമുക്ക് കാണാം. ലൈവിൽ ഞാൻ ഉണ്ടാവും. നമുക്ക് എന്തൊക്കെ ചെയ്യണം, റിവിഷനിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരും, പരീക്ഷയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എല്ലാം ഞാൻ പറഞ്ഞുതരും. പൊരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, 200% കോൺഫിഡൻസിൽ നിന്ന് തന്നാൽ മാത്രം മതി. പറയുന്ന പണി കൃത്യമായിട്ട് ചെയ്തു തന്നാൽ മാത്രം മതി. ഈ വരുന്ന 2 ഹെൽത്ത് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റുകളും നമുക്ക് നിറയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു.